വെൽക്കം ടു മൈ ചാനൽ. ഇന്നലെ നൈറ്റാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് നാളെ മോർണിംഗ് ഒരു പിക്നിക്കിന് പോകാം. സോ ലെറ്റ്സ് പാക്ക് ദ പിക്നിക് ബാഗ്. ഈ ഐറ്റംസ് ഒക്കെ ആയിരുന്നു ഞാൻ പിക്നിക് ബാഗിലോട്ട് എടുത്ത ഫുഡ് ഐറ്റംസ്. ചപ്പാത്തിയിൽ ന്യൂട്ടെല്ല, ദെൻ ചീസ് ആൻഡ് ഹണി, അതായിരുന്നു ഞാൻ റോൾ ചെയ്ത് കൊണ്ടുപോയത്. ചപ്പാത്തി ഇവിടെ എല്ലാവർക്കും ഫേവറേറ്റ് ഐറ്റം തന്നെയാണ്. പിന്നെ ഒരു ഫ്ലാസ്കിൽ കോഫിയും കൂടെ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഓറഞ്ച്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം 7:50 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്നത് ആസ്പെയർ പാർക്കിലോട്ടാണ്. ഖത്തറിലെ തന്നെ ഏറ്റവും വലിയ ഒരു പാർക്കാണ് ആസ്പെയർ പാർക്ക്. 88 ഹെക്ടേഴ്സിൻ്റെ ഈ പാർക്ക്. അത് നോക്കിയേ, പട നയിക്കുന്ന രാജാവിനെ പോലെ അങ്ങ് മുന്നിലും ബാക്കി രണ്ടാൾ പിറകിലും. അവനെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഈ പാർക്ക് മൊത്തം ഞങ്ങളിട്ട് ഓടിക്കും. അതുകൊണ്ട് അവന് പ്രോപ്പർ പ്ലേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ പാർക്കിൻ്റെ ചുറ്റും നമുക്ക് ഗ്രീനറിയെ കാണാൻ പറ്റുള്ളൂ. കംപ്ലീറ്റ് പച്ചപ്പാണ്. പിന്നെ ഇത് ഇവിടുത്തെ മാൻ മെയ്ഡ് ലേക്കാണ്. ഈ ലേക്കിൻ്റെ സൈഡിലായി നിറയെ ചെറിയ മീനുകൾ വന്ന് നിൽപ്പുണ്ട്. ഈ പാർക്കിൽ നിറയെ താറാവും മരയനും ഒക്കെ ഉണ്ട്. എന്ത് ഭംഗിയാണെന്നറിയോ രാവിലെ ഈ ഒരു സീൻ കാണുന്നത്. ആക്ച്വലി ഞങ്ങൾ രാവിലെയാണ് മിക്കവാറും ഈ പാർക്കിൽ പോവാറ്. ഈവനിങ് ആയിക്കഴിഞ്ഞാൽ നല്ല റഷാണ്. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. ഇതുപോലെ രാവിലെ ആകുമ്പോൾ അധികം ആൾക്കാരില്ല. സോ നമുക്ക് ഫ്രീ ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ അരയന്നങ്ങൾ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിചാരിക്കും ഇത് സ്റ്റാച്ചു ആയിരിക്കും. ഒരു മെഴുക് പ്രതിമ ഇരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. നമ്മൾ അതിൻ്റെ അടുത്ത് ചെന്നിട്ടും അതിനൊരു പേടിയോ ഒന്നുമില്ല. എന്ത് ഷൈനിങ് ആണെന്നറിയോ അതിനെ കാണാൻ. അതിൻ്റെ നടത്തം കണ്ടില്ലേ, എന്ത് ക്യൂട്ടാണ്. ഇവിടെ നിറയെ അരയന്നങ്ങളുണ്ട്. ഇവിടെ ഒരാളാണെങ്കിൽ ഒളിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മുട്ടയിടാനാണ്. ഞങ്ങൾക്ക് മുന്നേ ഈ പാർക്കിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഈ പുൽത്തകിടിയിൽ അത് വന്നിട്ട് മുട്ടയിടുന്നുണ്ട്. ഞങ്ങൾ ഇന്ന് വന്നത് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇത് ഇവിടുത്തെ കഫേസാണ്. ഇതൊക്കെ ഈവനിങ് മാത്രമേ ഓപ്പൺ ആവുള്ളൂ. രാവിലെ അധികം ആൾക്കാരില്ലല്ലോ. എന്ത് ഭംഗിയാണല്ലേ ഈ കാഴ്ച. എത്ര നേരം വേണമെങ്കിലും നമുക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റും. അവർ രണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ആകുമ്പോൾ നമുക്ക് കുട്ടികളെ കുറച്ച് ഫ്രീ ആയിട്ട് വിടാൻ പറ്റും. എന്ന് വെച്ചാൽ സൈക്ലിംഗ് ട്രാക്കും നടക്കുന്നതൊക്കെ വേറെ സൈഡിലാണ്. അവിടെ രണ്ട് താറാവ് തമ്മിൽ നല്ല ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളത് കുറച്ച് നേരം നോക്കി നിന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. രണ്ടുപേരും നന്നായിട്ട് എൻജോയ് ചെയ്യും. അവിടെ കിളികളുണ്ട്, അപ്പോൾ അതിനെ ഓടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കുട്ടികളുടെ പ്ലേ ഗ്രൗണ്ട്. ഇവിടെ നിന്ന് കുറച്ച് നേരം കളിച്ച് എന്നിട്ട് നമ്മൾ തിരിച്ച് ഇവിടെ നിൽക്കുന്ന മരങ്ങളൊക്കെ
അന്യരാജ്യത്തു നിന്ന് കൊണ്ടുവരുന്ന മരങ്ങളാണ്. എന്നിട്ട് ഇവിടെ വെച്ച് അവർ വളർത്തി അത് നല്ല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ പാർക്കിലായാലും നമുക്ക് വേസ്റ്റോ പ്ലാസ്റ്റിക്കോ പേപ്പറോ ഒന്നും തന്നെ കാണാൻ കഴിയത്തില്ല. അത്ര നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മാറ്റ് എടുക്കാൻ മറന്നുപോയി. പിന്നെ വണ്ടിയിൽ ഡിക്കിയിൽ കിടന്ന ഒരു പായ ഉണ്ടായിരുന്നു യൂസ് ചെയ്യാണ്ടിരുന്ന, അതെടുത്തിട്ടാണ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. കഴിച്ചുകൊണ്ടിരുന്ന ആളെ പെട്ടെന്ന് കണ്ടില്ല. നോക്കിയപ്പോൾ എന്താ, കുപ്പി എടുത്ത ആളൊക്കെ പോയി. ഏതോ ബേർഡിനെ കണ്ടു, അതിനെ നോക്കി നോക്കി പോവാണ്. അങ്ങനെ ഞങ്ങൾ പതിയെ അവിടെ നിന്ന് ഇറങ്ങി. ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സമയം. ഇതൊരു ലക്ഷറീസ് 5 സ്റ്റാർ ഹോട്ടലാണ്. ഇതൊരു വിക്ടോറിയൻ സ്റ്റൈല് നിർമ്മിച്ചേക്കുന്നതാണ്. ഇതാണ് ആസ്പെയർ ഡോം, ലാർജസ്റ്റ് ഇൻഡോർ മൾട്ടിപർപ്പസ് സ്പോർട്സ് ഡോം ഇൻ ദ വേൾഡ് ആണ്. ഇൻ്റർനാഷണൽ സ്പോർട്സ് ഇവൻറ്റ്സ് ഒക്കെ ഇവിടെ നടക്കാറുണ്ട്. ഇതാണ് നമ്മുടെ ഖലീഫ സ്റ്റേഡിയം, ഫിഫ വേൾഡ് കപ്പ് നടന്ന സ്റ്റേഡിയമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.